എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. എന്താ, ഞാനും അമ്മൂട്ടിയും വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി, എന്താണ് അമ്മൂട്ടി ഇന്നത്തെ നമ്മുടെ പരിപാടി? ഞാൻ ടെൻഷൻ എറിഞ്ഞു വീഴ്ത്താൻ പോവുകയാണ്. യെസ്, ഇന്ന് നമ്മളുടെ ബോൾ ത്രോയിങ് ചലഞ്ച് ആണ് അല്ലെ. ബോൾ ത്രോ ചെയ്യുക, അതിനകത്ത് ഏറ്റവും കൂടുതൽ വിൻ ചെയ്യുന്ന ആൾക്ക് നോ പണിഷ്മെന്റ്, പക്ഷെ കുറച്ച് വിൻ ചെയ്യുന്ന ആൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാന്നൊക്കെ പറയുന്നത്. ബോൾ ത്രോയിങ്, അതെ, ക്രിക്കറ്റിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാന്ന് മനസ്സിലായി. എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ക്രിക്കറ്റിന് വലിയ ആളാണെന്നൊക്കെയാണ് പറയുന്നത്. ഇന്നറിയാം നമുക്ക് ഇവന്റെ ബോൾ എറിയല് ചില സാഹചര്യങ്ങൾ ചിലവർക്ക് ശരിയാവും, ഇന്നത്തെ ഉന്നം നമുക്ക് കാണാൻ. ഇവിടെ നിർത്തി അങ്ങ് അപമാനിക്കാതെ തോന്നുന്നു. കൂടെ തോറ്റം കിട്ടി അങ്ങനൊന്നും ഇല്ല. നമ്മൾ തോറ്റു കൊടുക്കാൻ വേണ്ടി പിറന്നവരല്ല, നമ്മൾ വിജയിച്ച് കാണിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗെയിമിലേക്ക്, നമ്മുടെ ചലഞ്ചിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എല്ലാവരും വെൽക്കം ചെയ്താലോ. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്നെങ്കിൽ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ ബോൾ ത്രോയിങ് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ കോർട്ട്. ഈ ബോൾ വെച്ചിട്ടാണ് നമ്മൾ ത്രോ ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റാൻഡ്. ഈ 3 ബോളിലാണ് നമ്മൾ ബോൾ ഇടേണ്ടത്. ഇതിനാണ് 10 പോയിന്റ്സ്. ഇത് ചെറുതല്ലേ, ഇതിന് 20 പോയിന്റ്സ്. വലുതിന് 20 പോയിന്റ്സും ചെറുതിന് 10 പോയിന്റ്സും. 10 തവണ ഒരാൾക്ക് ത്രോ ചെയ്യാൻ പറ്റും. 10 തവണയിൽ ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ചെയ്യുന്നത് അവർ വിൻ ചെയ്യും. ഇപ്പൊ 10 വിൻ ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ടിൻഷൻ 10 വിന്നായി, ഞാനും 10 വിന്നായെങ്കിൽ ടിൻഷനെക്കാട്ടി പോയിന്റ് എടുത്താലേ ഞാൻ വിജയിക്കുകയുള്ളൂ. അതെ, വീണ്ടും ത്രോ ചെയ്യണം നമ്മൾ. ഈ ഒരു ബോൾ ഉണ്ടല്ലോ, ഈ ഒരു ബോളിൽ കറക്റ്റ് ആയിട്ട് വന്ന് വീണാ മതി. ജസ്റ്റ് വീണാ മതി. വീഴല് ഇച്ചിരി ടാസ്ക് ആണ്, അങ്ങ് ദൂരത്തൊന്നാണ്. അതായത് നമ്മള് ബോൾ ത്രോ ചെയ്യേണ്ട സ്പോട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അങ്ങോട്ട് പോയി നിന്ന്, ഓക്കെ, നമ്മുടെ ബൈക്കിന്റെ നമ്മുടെ ബൈക്ക് ഇരിക്കുന്ന സ്പോട്ടില്ലേ, ആ ബൈക്ക് ഇരിക്കുന്ന സ്പോട്ടിലാണ് നമ്മൾ ത്രോ ചെയ്യാൻ നിൽക്കേണ്ടത്. ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് ത്രോ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മൾ ത്രോ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം ആരാണ് ഈ ടാസ്ക് ഏറ്റെടുക്കുന്നത്? ഞാനോ? വേണ്ട, ആദ്യം തുടങ്ങുന്ന ഒരു പോപ്പാന്നാണ് എനിക്ക് തോന്നുന്നു. അതാണ് എന്നെ മുന്നിൽ നിർത്തിയത്. അതെ, അപ്പൊ നമുക്ക് നോക്കാം ആദ്യം ആരാണ് വിൻ ചെയ്ത് നമുക്ക് നോക്കാം. അതോ ഞാൻ ചെയ്യണോ? ഞാൻ ചെയ്തോളാം. ഓക്കെ, ആദ്യം അമ്മൂട്ടി ചെയ്യുന്നു. അപ്പൊ അമ്മൂട്ടിയുടെ പോയിന്റ്സ് അറിഞ്ഞിട്ട് വേണം ആശാൻ ഒന്ന് മെന്റലി ഒന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടിട്ട് നമുക്ക് എത്ര പോയിന്റ്സ് ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി. അപ്പൊ ഇതിനകത്ത് ലോസ്റ്റ് ആവുകയാണെങ്കിൽ, തോറ്റു പോവുകയാണെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. യെസ്, പണിഷ്മെന്റ് ഇരിക്കുന്നു. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ബോൾ ത്രോയിങ് ചലഞ്ചിലേക്ക് പോവാം. അമ്മൂട്ടി, ഒരു സംഭവം ഉണ്ട്. അതായത് ഓരോ ത്രോ കഴിയുമ്പോഴത്തേന് ശേഷം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ബൗൾസ് എനിക്ക് മാറ്റി വെക്കാം. ഓക്കെ, അത് എനിക്കിവിടെ എന്റെ ഇഷ്ടത്തിനാണ് കേട്ടോ. മാക്സിമം ഈ ബൗളിനകത്തേക്ക് ബോളുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നോ ഇഷ്യൂ. എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ല. ബട്ട് ഞാൻ ഈ ഓരോ ബൗൾസിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെക്കും. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, ഒന്ന് പ്രാർത്ഥിച്ചോ. ഓക്കെ, 10 തവണ എറിയാം കേട്ടോ. 10 തവണ എറിയാൻ റെഡിയാണോ അമ്മൂട്ടി? യെസ്. അപ്പൊ അമ്മൂട്ടി പ്രിപ്പയർ ആയിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഞാൻ പറയുമ്പോഴത്തേനും ഫസ്റ്റ് ബോൾ എറിഞ്ഞോണം കേട്ടോ. യെസ് ഗൈസ്, അമ്മൂട്ടി ഫസ്റ്റ് ബോൾ റെഡി ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഫസ്റ്റ് ബോൾ. യെസ്, ഫസ്റ്റ് ബോൾ മിസ് ആയിരിക്കുകയാണ്. ആദ്യത്തേൽ അമ്മൂട്ടി ഒന്നും കിട്ടിയില്ല. ഇനി അടുത്തതിലേക്ക് നമ്മൾ ട്രൈ ചെയ്യാണ്. ഓക്കെ, യെസ്. ആ പോയിന്റ്സാ, കാരണം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, 10 പോയിന്റ് കിട്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കാം. ഓ സോറി ഇപ്പൊ എന്നെ ഇടിച്ചു കൊന്നേനെ. ഓക്കെ, അടുത്ത 20 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, റെഡി. ഓക്കെ, യെസ്. മോനെ തെറിച്ചു. അത് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ അമ്മൂട്ടിക്ക് നൈസായിട്ട് അത് പാളിപ്പോയി ഗൈസ്. പാളിപ്പോയിരിക്കുകയാണ്. എത്ര ബോൾ എറിഞ്ഞു? 3 ബോൾ എറിഞ്ഞു. അതിനകത്ത് ഒരെണ്ണം വീണു. 20 പോയിന്റ്സ് കിട്ടി. നോ കിട്ടിയില്ല. യെസ്, മോനെ കിട്ടി. ഇത് റെഡിയാക്കി 30 പോയിന്റ് കിട്ടി കേട്ടോ ഇവൾക്ക്. ഇവള് ഭയങ്കര തന്നെ കേട്ടോ. 30 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. പോയി മോളെ പോയി. കിട്ടി കറക്റ്റ് വീണായിരുന്നു. 7 ബോൾ എറിഞ്ഞു, 50 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. 50 പോയിന്റ്സ്. അത് 2 തവണ ബ്ലാക്ക് വീണു, 1 തവണ ഗ്രൗണ്ടിലും വീണു. ഓക്കെ, 1 തവണ ഈ ബ്രൗണിലും വീണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത തവണ അങ്ങോട്ട് വീണ്ടും അറിയാൻ വേണ്ടി.
പോയി, ജസ്റ്റ് മിസ് ആയിരിക്കുകയാണ് അമ്മൂട്ടി. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഭയങ്കര ത്രില്ലിംഗ് ആണ്. യെസ്, അതും ജസ്റ്റ് മിസ് ആയി അമ്മൂട്ടി. അമ്മൂട്ടി എത്ര ഉണ്ടായിരുന്നു? 8ാമത്തെ അല്ലേ? 8 എറിഞ്ഞു, ഇനി 9ാമത്തത്. 50 പോയിന്റ്സ് ഇരിക്കുകയാണ് കേട്ടാ. ഇനി 9ാമത്തെ ജസ്റ്റ് മിസ് ആയി ഗൈസ്. ഇനി 10ാമത്തെ അല്ലേ? 10ാമത്തിൽ എനിക്ക് 50 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പൊ നേരെ ഞാൻ പോവാണ് കേട്ടോ. ഇനി പശിയുടെ കളികൾക്ക് ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. 50 പോയിന്റ്സ് കൂടുതൽ ടിൻഷന് കിട്ടുവാണെങ്കിൽ ഞാൻ വിൻ ചെയ്യും. വിൻ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, അപ്പൊ ഞാൻ തുടങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. അമ്മൂട്ടി 50 പോയിന്റ്സ് എടുത്തു. 50 പോയിന്റ്സിൽ നിന്ന് എനിക്ക് വേണ്ടത് 50 പോയിന്റ്സിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ടിൻഷൻ എത്ര എടുക്കും? നമുക്ക് കാണാൻ പോവാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കാനല്ലോ. ഡയലോഗ് വേണ്ടല്ലോ അല്ലേ? ഇവന് ഞാൻ ജയിച്ചെങ്കിൽ എന്റെ ദൈവമേ ഒരുമാതിരി ഡയലോഗ് ഇവിടെ മുറ്റി ജാളയായിരിക്കും. ഞാനൊന്ന് തിരിച്ചും മറിച്ചും കൊടുക്കുകയാണ് ഗൈസ്, വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്റെ ഫസ്റ്റ് ബോൾ ആണ്. ഫസ്റ്റ് ബോൾ അറിയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് മിന്നിച്ചേക്കണേന്ന് പറഞ്ഞു. എന്റെ ത്രോ ദൈവങ്ങളെ കാത്തോടെ. ഫസ്റ്റ് ബോൾ കിട്ടിയില്ല. യെസ് ഗൈസ്, ഫസ്റ്റ് ബോൾ മിസ്സിംഗ് ആയി പോയി കേട്ടോ. ഞാൻ കറക്റ്റ് ഇതിനകത്തേക്ക് കൊണ്ടില്ലാത്ത പറഞ്ഞ സിറ്റുവേഷനിൽ എത്തിയപ്പോഴത്തേനും അത് പോയി. ഓക്കെ, ഫസ്റ്റ് ബോൾ മിസ്സിംഗ്. സെക്കൻഡ് ബോൾ എനിക്ക് 20 പോയിന്റ്സ് ആണ് ഫോക്കസ്. ഓക്കെ, സെക്കൻഡ് ബോളിംഗ് പോയി ഇവിടെ വന്നിട്ട് ജസ്റ്റ് മിസ് ആയി പോയി കേട്ടോ. സെക്കൻഡും പോയിരിക്കുകയാണ് ഗൈസ്. ബോൾ എന്തൊരു കഷ്ടമാണ്. എന്നെ തോപ്പിക്കുവോ? എന്തുകൂടാ ഇത്? 3 ബോൾ തീർന്നല്ലേ? 3 ബോളിങ് തീർന്ന്. എവിടെയാ? ഒരു റൗണ്ട് കൂടെ തരുമോ എനിക്ക്? ഇല്ല. 3-0 4-0 5-0 5 ഇട്ടു. ഇത് എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ അറേഞ്ച് ചെയ്യും. ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചോ, കാരണം 5 പോയി. ഇനി എനിക്ക് വെറും 5 ബോൾസ് ബാക്കിയുള്ളൂ കേട്ടാ. ഞാനൊന്ന് മാറ്റി കൊടുത്തേക്കാണ് ഗീസ്. ഓക്കെ, അറേഞ്ച് ചെയ്തോ? ഈശ്വരാ, ഇനി 5 ബോൾസേ ഉള്ളൂ. 20 പോയിന്റ്സ്. യെസ്, 20. ഓക്കെ. യെസ്, 20 പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ് 6ാമത്തെ ബോളില്. ഒന്ന് മാറ്റട്ടെ? വീണ്ടും മാറ്റി വേണം. വീണ്ടും മാറ്റി എന്നെ ചതിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇനി വെറും 3 ബോൾസാ. ഇനി 8ാമത്തെ ബോൾ. 8ല് 20. പോയി ക്രിക്കറ്റ് കളിക്കാരൻ ഇങ്ങോട്ട് വാ. അങ്ങനെ ചന്തുവിനെ തോപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ് ആശാന്റെ കളികൾ മുന്നേറുകയാണ് ഗൈസ്. ഓക്കെ, പോയി 9 കഴിഞ്ഞു. ഇനി വെറും ഒരു ബോളിംഗ് മാത്രം. തോറ്റ് തുന്നം പാടിയിരിക്കുന്നു എന്റെ മോൻ. എന്താണ് പറയാനുള്ളത്? എന്നെ ഇല്ല, നിനക്ക് എന്നെ തോപ്പിക്കാൻ പറ്റുമോ? ഞാൻ വിട്ടു വന്നല്ലേ. പിന്നെ ഫസ്റ്റത്തേലും പോയി, 2ാമത്തേലും പോയി. എനിക്ക് ഇത് ഭയങ്കര വിഷമമായി പോയി. എനിക്ക് ഒരു റൗണ്ട് കൂടെ തരും. ഇല്ല, ഗെയിമായി തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി. ഇത് ഞാൻ നിനക്ക് തോറ്റ് തുന്നം പാടി ഒപ്പിയിട്ടു. ഞാൻ നിനക്ക് കറക്റ്റ് ആയിട്ട് എറിയാൻ പാകത്തിന് കറക്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഒരേപോലെയാണ്. ഇവിടെ എനിക്ക് മാറ്റി മറിച്ച് ഇവിടെ എന്തോ എനിക്ക് ടീച്ചർ മാറ്റി മറിച്ചൊക്കെ തരുന്നുണ്ട്. തോറ്റു. എല്ലാം ഒരേ ലെവലിലാണ്. പണിഷ്മെന്റ് എനിക്കല്ലേ? യെസ്, ഇങ്ങോട്ട് വരും. എനിക്കിത് ചാട്ടവാറിന്റെ അടി, ചാട്ടവാറിന്റെ അടി നമുക്ക് എന്ത് വിധി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിൻ ചെയ്യണമെന്ന് വിചാരിക്കും, അത് ഞാൻ ലോസ് ചെയ്യും. ശരിക്കും എത്ര എടുക്കണം എന്നായിരുന്നു വിചാരിച്ചത്? എന്നെ തോപ്പിക്കുന്ന എനിക്ക് വിചാരം ഉണ്ടായിരുന്നു. തോപ്പിക്കുന്ന എനിക്ക് നല്ലൊരു എനിക്ക് ടിൻചന്റെ ആ കോൺഫിഡൻസ്
പോയി. എന്റെ ആ കോൺഫിഡൻസ് പോയതാണ്. ഇപ്പതാ ഇവളുടെ മുഖത്ത് കാണുന്ന ഈ കോൺഫിഡൻസ് എന്തൊരു അഹങ്കാരാന്നറിയോ ഗൈസ്. അടുത്തേര് നമുക്ക് ഇവൾക്ക് ഇട്ട് ഇവളെ തോപ്പിക്കണം. ഞാൻ എന്നും തോറ്റു കൊടുക്കുന്നയാളോ മേടിക്കാനായിട്ട് എന്തിനാടാ വരുന്നത്? അപ്പൊ നേരെ അടി മേടിക്കാം. പണിഷ്മെന്റിലേക്ക്. മോൻ വാ. അമ്മൂട്ടി പണിഷ്മെന്റിനുള്ള ആയുധം കൊണ്ട് നിൽക്കുകയാണ്. ഈ അടി മേടിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഞാൻ ശക്തി അടുത്ത് തിരിച്ചു വരും ഗൈസ്. ഇത് എന്റെ വാക്കാണ്. ഉറപ്പായിട്ടും അടുത്തൊരു ഗെയിം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഗെയിം കമന്റ് ചെയ്ത് കേട്ടോ. ജയിക്കാൻ പറ്റിയ ഗെയിം. ഇവിടെ നീ എങ്ങനെ ഇതൊക്കെ ജയിക്കുന്നത് എനിക്കറിയാൻ തന്നു. കൊടുക്കട്ടെ. ഞാൻ ഇല്ലേ കളിക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അടി മേടിച്ചു കൂട്ടും. എന്റെ കാർക്ക് ഇത് കാണുന്നില്ല. ഞാൻ തോറ്റു. ഞാൻ തോറ്റു. പേടിയുള്ള സാധനമാണ്. എനിവേ നമ്മുടെ ഇന്നത്തെ ബോൾ ത്രോയെങ്കിലും വിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? അമ്മൂട്ടിയാണ്. അപ്പോ മതി, ആയുധം മാറ്റി വെച്ചൊരു. ഞങ്ങളുടെ ഇന്നത്തെ ബോൾ ത്രോയിങ് ഗെയിം ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇറക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഓടി വരിക, ചാടി വരിക, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ. നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് കളി കഴിഞ്ഞിട്ടുള്ളതിന്റെ രോദനമാണ് ഗൈസ്. കളിയെല്ലാം കഴിഞ്ഞ് ചാട്ടവാറിന്റെ അടിയും കഴിഞ്ഞപ്പോ ഇവൻ വീണ്ടും ഒന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുക എന്നെ പൊട്ടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇത് എവിടത്തെ ഇടമാണോ ഇത്? ഞാനൊന്ന് എറിഞ്ഞു നോക്കാം. പോടി പോ, പറ്റത്തില്ല നിന്നെ കൊണ്ട് പോ. തോറ്റന്റെ രോദനമാണ് ഗൈസ് ഇത്.